ഹലോ ഫ്രണ്ട്സ്, ഹായ് മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ തിയറി ഭാഗം കുറച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ഇനി കൂടുതൽ തിയറീസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ തരാം കേട്ടോ. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 1 3x² + 4x + 5. ഇത് ഡയറക്റ്റ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അത് എക്സ് കാണുന്നിടത്ത് 1 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2x² - 5x + 6 x² - 4. ഇത് നമുക്ക് കണ്ടാലറിയാം. ഇതിന് എക്സിന് പകരം 2 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും? 0/0 ഫോമാണ് കിട്ടും. മുകളിലും 0 കിട്ടും, താഴെയും 0 കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്ന് എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ടും ഒന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. നമുക്കറിയാം x² - 5x + 6 നമുക്ക് എങ്ങനെ എഴുതാം? x - 2 × x - 3. അതുപോലെ x² - 4 എങ്ങനെ എഴുതാം? x + 2 × x - 2. ഓക്കെ. x - 2ഉം x - 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? x - 3/x + 2. ഇനി നമ്മൾ ഡയറക്റ്റ് 2 അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? x കാണുന്നിടത്ത് 2 ഇട്ട് കൊടുക്കുക. എന്ത് ആൻസർ കിട്ടും? -1/4. ഇത് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്തതാണ്. ഇനി നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. എങ്ങനെയാണ് എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യാം? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോമിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ രണ്ടിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കും. ഓക്കെ. അപ്പോൾ ഇതിലും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ വരിക? 2x - 5 ഇവിടുത്തെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x അല്ലേ? ഇനി അതിന് ശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോം കിട്ടണ്ട? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ എക്സിന് 2 ഇട്ട് കൊടുത്താൽ മതി. 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ആൻസർ വരും? -1/4. പൊതുവെ നമുക്ക് ഇത് ഓർത്ത് വയ്ക്കുകയായിരിക്കും നല്ലത്. ചെയ്യാൻ ഇതാണ് എളുപ്പം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 √2 + x - √2/x. ഓക്കെ. നമുക്കിത് കണ്ടാൽ തന്നെ അറിയാം. എക്സിന് 0 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 0/0 ഫോം വരും. ഇവിടെയും ഇതുപോലെ തന്നെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ റേഷണലൈസേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ച് ചെയ്യുന്നില്ല, അത് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്കിവിടെ മുകളിൽ √2 + x - √2 അല്ലേ? നമ്മൾ ഇവിടെ മൈനസ് അല്ല. അപ്പോൾ ഇതിൻ്റെ പ്ലസ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. കണ്ടില്ലേ? ഇനി ഇതെന്ത് സംഭവിക്കും? ഇതെന്തായി മാറും? 2 + x - 2. ഇത് a - b × a+ ഫോമാണ്. അതായത് a² - b² ഇല്ലേ? അതുപോലെ. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? √2 + x² - b² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + x - 2. ഓക്കെ. ഇതങ്ങനെ തന്നെ കിട്ടും. ഇനി ഈ 2ൽ നിന്ന് ഈ 2 പോയി, ഈ എക്സും ഈ എക്സും വെട്ടി പോയി. ബാക്കി എന്താ? 1/√2 + x + √2. ഇനി x 0 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 1/2√2. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതാണ്. നമുക്ക് രണ്ട് രീതിയിലും ഇത് ചെയ്യാം. അതായത് രണ്ട് തരം ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 x⁻10 - 2⁻10/x⁵5 - 2⁵5. ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a x⁻n - a⁻n/x - a n × a⁻n - 1 വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഇത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റും. അതായത് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a x⁻n - a⁻n/x⁻m - a⁻m ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് n/m a⁻n - ആണ്. ഓക്കെ. ഈ ഇക്വേഷൻസൊക്കെ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോസിൽ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ ഈ ഫോമിൽ കിട്ടണമെങ്കിൽ ഒരു x - a കുറവുണ്ട്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ മുകളിൽ x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെയും x - 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള രൂപത്തിൽ കിട്ടിയില്ലേ? ഇത് സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തു. സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടെ എന്ത് വരും? 10 2⁹9 അല്ലേ? 10 2⁹9 വരും. താഴെ ചെയ്യുമ്പോൾ എന്ത് വരും? 5 2⁴ വരും. ഓക്കെ. ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് എന്ത് കിട്ടി? 2�6 കിട്ടി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഇവിടെ n-ഉം ഇവിടെ m-ഉം വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? n/m. അതായത് ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്, m എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 10/5 a⁻n - m. അപ്പോൾ a⁻10 - 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 2�6. ഓക്കെ. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാല്യൂ മസ്റ്റ് ബി assigned to k so that the function f of x is equal to x raised to 4 minus 256 by x minus 4
if x not equal to 4, k if x is equal to 4 is continuous at x is equal to 4. എന്താ പറയുന്നത്? ഈ പറയുന്ന ഫംഗ്ഷൻ എക്സ് ഈസ് ഇക്വൽ ടു 4ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയും? എഫ് ഓഫ് 4 ഇസ് ഇക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 4 എഫ് ഓഫ് എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? കെ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ കെ. നമ്മളത് ഇട്ട് കൊടുത്തു. ഇനി ഇതിലെന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ഇക്വേഷൻ രൂപത്തിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇത് എക്സ് റേസ് ടു 4 ആണ്. ഇവിടെ ഒരു നമ്പർ റേസ് ടു 4 എന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത പ്രോബ്ലം പോലെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ നമുക്ക് ഇത് നോക്കിയപ്പോൾ 256 എന്ന് പറഞ്ഞാൽ 4 റേസ് ടു 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സ് റേസ് ടു 4 മൈനസ് 4 റേസ് ടു 4 ബൈ എക്സ് മൈനസ് 4. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? ഇത് എങ്ങനെ ചെയ്യാം? ഇതെന്ന് പറയുന്നത് 4 ഇൻറ്റു 4 റേസ് ടു 3 ആണ്. 4 ഇൻറ്റു 4 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 4 റേസ് ടു 4. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 4 റേസ് ടു 4. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ഈസ് ഈ ഫംഗ്ഷൻ ഇതിലേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂസിനെ നമ്മൾ സന്തതം എന്നാണ് പറയുക, അറിയാലോ. ഡിഫറൻഷ്യബിളിനെ നമ്മൾ അവകലനം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആണ്. സന്തതമാണോ അവകലനമാണോ? ഒരു മലയാളം ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഡിസ്കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. നൺ ഓഫ് ദി അബോവ്. ഇതിലേതാ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം എഫ് ഓഫ് 1 കാണാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ 1 കാര്യങ്ങളല്ലേ പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇല്ലേ 1 വരുമ്പോൾ നമ്മൾ ഇതിൽ ഏതെടുക്കുക? 1 വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് എക്സ് മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സിന് പകരം 1 ഇട്ട് കൊടുത്തപ്പോൾ 1 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് 1 കിട്ടി നമുക്ക്. അടുത്തത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണിത്. 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനേക്കാൾ ചെറുത് എന്നുള്ളൊരർത്ഥമാണ്. അപ്പോൾ ഒന്നിനേക്കാൾ ചെറിയ ഇത് വരുമ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കണം? ഇത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഏതായിരിക്കും ഈ കേസിൽ? എക്സ് മൈനസ് 1. അതിനുശേഷം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0. ഇനി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ്, അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണിത്. അതായത് ഒന്നിനേക്കാൾ വലിയ വാല്യൂ വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും? ഒന്നിനേക്കാൾ വലിയ വാല്യൂ വരുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് മൈനസ് 1 ആണ്. അപ്പോൾ നമ്മൾ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 1 ഇട്ട് കൊടുത്തു. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതും 0. അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 1ൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടി. ഇനി നമുക്കത് ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് ഓഫ് 1 മൈനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് ഈ നമ്പറാണ് കേട്ടോ. എഫ് ഓഫ് 1 മൈനസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ബൈ മൈനസ് എച്ച്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ ഇതിന് 1 പ്ലസ് ആണോ 1 മൈനസ് ആണോ അതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഇവിടെ 1 മൈനസ് ആയതുകൊണ്ട് നമ്മൾ ഏതെടുക്കേണ്ടത്? എക്സ് മൈനസ് 1ൻ്റെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1ൽ എക്സ് കാണുന്നിടത്ത് എന്തിട്ട് കൊടുക്കുക? 1 മൈനസ് എച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 മൈനസ് എച്ച് മൈനസ് 1. എഫ് ഓഫ് 0 നമുക്കറിയാം 0 ആണ്. അപ്പോൾ മൈനസ് 0 ബൈ മൈനസ് എച്ച്. ഓക്കെ, അപ്പോൾ ഈ 1ഉം 1ഉം പോയി മൈനസ് എച്ച് ബൈ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഡാഷ് ഓഫ് 1 മൈനസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? നമുക്ക് 1 എന്ന് കിട്ടി. ഇനി എഫ് ഡാഷ് ഓഫ് 1 പ്ലസ് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ലിമിറ്റ് എച്ച് ടെൻഡിങ് ടു 0 എഫ് ഓഫ് 1 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 1 ബൈ എച്ച്. ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമ്മൾ ഏതായിരിക്കും ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്? എക്സ് ക്യൂബ് മൈനസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എച്ച് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സിന് പകരം 1 പ്ലസ് എച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് എച്ച് ഹോൾ ക്യൂബ് മൈനസ് 1 എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 മൈനസ് 0 ബൈ എച്ച്. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതെന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് 1 മൈനസ് 1 ആണ്. എഫ് ഡാഷ് ഓഫ് 1 പ്ലസ് എന്ന് പറയുന്നത് 3 ആണ്. രണ്ടും ഈക്വൽ അല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഫംഗ്ഷൻ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടും ഈക്വൽ അല്ലാത്ത സ്ഥിതിക്ക് ആ ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന പറഞ്ഞ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. എഫ് ഡാഷ് ഓഫ് 1 മൈനസ് നോട്ട് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് 1 പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ, പക്ഷേ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഏകദം y = x mod x എന്നത് x = 0യിൽ സന്തതവും അവകലനീയവുമാണ്, അതായത് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളുമാണ്. x = 0യിൽ സന്തതവും എന്നാൽ അവകലനീയവുമല്ല, അതായത് കണ്ടിന്യൂസ് ആണ് എന്നാൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇനി അടുത്തത് സന്തതമല്ല അവകലനീയവുമല്ല, അതായത് ഡിഫറൻഷ്യബിളും അല്ല കണ്ടിന്യൂസും അല്ല. ഇനി x = ±1ൽ അവകലനീയമല്ല. ഇതിലേത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y = x mod x ആണ്. അപ്പോൾ അതിനൊന്ന് മാറ്റിയതാണ്. y = f(x) x mod x എങ്ങനെ മാറ്റിയതാണ്? ഇനി x എന്ന് പറയുന്നത് > 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ mod x-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x തന്നെയാണ്. അപ്പോൾ ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ്, അപ്പോൾ x × x x² ആയി. ഓക്കെ. ഇനി x <0 ആണെങ്കിൽ mod x തന്നെ കിട്ടും. അപ്പോൾ പക്ഷേ ഈ പുറമേ കിടക്കുന്ന x എന്താവും? -x ആവും. അപ്പോൾ -x × x -x × x എന്തോരും -x². നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ കിട്ടി. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ f(0) ചെയ്യുക. f(0) ചെയ്യുമ്പോൾ അത് 0 വരും. പിന്നെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 f(x) ചെയ്യുക. അപ്പോഴും എന്ത് വരും? 0. ഇത് രണ്ടും ഈക്വൽ ആയത് നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് x = 0യിൽ. ഇനി ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാം. f' (0) - എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് h → 0 f(0 - h) - f(0/-h). ഇനി ഇത് 0 - ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? -x². അപ്പോൾ -x²ൽ എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക? -h ഇട്ട് കൊടുക്കുക. ഓക്കെ. ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് 0 ആയിട്ട് കിട്ടി. അടുത്തത് f'(0) പ്ലസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് ഫംഗ്ഷൻ എടുക്കേണ്ടത്? x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്താൽ മതി. f'(0) പ്ലസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് h → 0 f(0 + h - f(0/h). ഇത് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട x² എന്ന് പറഞ്ഞാൽ x²ന് പകരം h ഇട്ട് കൊടുക്കുക. ഇതെന്ന് പറയുന്നതും എന്തായിട്ട് കിട്ടും? നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതും 0 ആയി കിട്ടും. അതായത് f'(0) പ്ലസും f'(0) - ഈക്വൽ ആണെന്ന് കിട്ടി. അതിനർത്ഥം എന്താ? ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് at x = 0. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് x = 0. അതായത് x = 0യിൽ ഫംഗ്ഷൻ സന്തതവും അവകലനീയവുമാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, y = log sin h cx ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ dy/dx എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. y = log sin h 3x ആണ്. അപ്പോൾ dy/dx എന്തായിരിക്കും? ലോഗിൻ്റെ വെച്ചിട്ട് log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കുമ്പോൾ എന്ത് വരും? 1/sin h 3x ഇൻറ്റു ഇനി sin h 3x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് cos h 3x ഇൻറ്റു 3x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3. അങ്ങനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ. സെപ്പറേറ്റ് അങ്ങനെ ഉള്ളിലേക്ക് കണ്ടുപോകണം. ഓക്കെ. നമുക്ക് എന്ത് കിട്ടി? 3. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? cos h 3x sin h 3x എന്ന് പറഞ്ഞാൽ cot h 3x എന്ന് കിട്ടും. ഈ 3 കൂടി ഉൾപ്പെടുമ്പോൾ എന്ത് വരും? 3 × cot h 3x എന്ന് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, y = 1 + x² tan 1x ആയാൽ dy/dx-ൻ്റെ വില. ഓക്കെ. അപ്പോൾ y = 1 + x² tan 1x ആണ്. ഇല്ലെന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പ്രൊഡക്റ്റ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ഫംഗ്ഷൻ, ഇതൊരു f(x) ആണെന്ന് വിചാരിക്കുക, ഇതൊരു g(x) ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. നമുക്ക് നോക്കാം. dy/dx = ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ഇത് 1 + x² ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/1 + x² പ്ലസ് പിന്നെ ഈ ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ tan 1x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആയി ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 1 പ്ലസ് ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 2x tan 1x. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പത്താമത്തെ ക്വസ്റ്റ്യൻ, y = cos 1 - x²/1 + x² ആയാൽ dy/dx-ൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ളത് ഒരു കോസിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടണം. അതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ x = ഇവിടെ ചെയ്തിരിക്കുന്നത് x = tan θ എടുത്തു. അപ്പോൾ θ എന്താ? tan 1x. ഇനി നമ്മൾ അതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ y = cos 1x-ന് പകരം എന്ത്? tan θ. അപ്പോൾ എന്ത് വരും? 1 - tan square θ/1 + tan square θ. ഇതെന്താണെന്ന് നമുക്കറിയാം. ഇത് cos 2θ ആണ്. ഇതിൽ നിന്ന് cos 1ഉം ഈ കോസും ക്യാൻസലായി പോയി ബാക്കി എന്ത് വരും? 2θ. ഇനി θയ്ക്ക് പകരം എന്തിട്ട് കൊടുത്താൽ മതി? tan 1x. പിന്നെ ആൻസർ എന്ത് വരും? 2 tan 1x ആണ് y. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? dy/dx ആണ്. dy/dx ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 × tan 1x-ൻ്റെ ഡെറിവേറ്റീവ് 1/1 + x². അപ്പോൾ എന്ത് വരും? 2/1 + x². ഓക്കെ. അടുത്തത് x² + y² + 2gx + 2fy + c = 0 ആയാൽ dy/dx എന്താണെന്ന് എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കുക. x²ൻ്റെ
2x, വൈ സ്ക്വയറിൻ്റെ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്, 2gxൻ്റെ 2g പ്ലസ് 2fyയുടെ 2f ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമുകളെ ഒരു സ്ഥലത്തും ബാക്കിയുള്ള ടേമിനെ ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്കും കൊണ്ടുപോകും. ഓക്കെ, ഇതുപോലെ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. എന്താവും ഇതുപോലെ. എല്ലാത്തിനും 2 കോമൺ ആയിട്ടുള്ള 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആൻസർ എന്ത് കിട്ടി നമുക്ക്? മൈനസ് എക്സ് പ്ലസ് ജി ബൈ വൈ പ്ലസ് എഫ്. ചെയ്ത് നോക്കിയാൽ എന്നെ കിട്ടുള്ളൂ കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് ഈസ് ഈക്വൽ ടു 3 സൈൻ തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു 3 കോസ് തീറ്റ മൈനസ് സൈൻ ക്യൂബ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്. നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ എക്സിനെ തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വൈനെയും തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡി എക്സ് ബൈ ഡി തീറ്റ. ഇതിനെ തീറ്റ വെച്ച് ചെയ്യുമ്പോൾ എന്ത് വരും? 3 സൈൻ തീറ്റ എന്നുള്ളത് 3 കോസ് തീറ്റയാവും. സൈൻ ക്യൂബ് തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, രണ്ടിലും 3 കോസ് തീറ്റ കോമൺ ആയിട്ടുള്ളതുകൊണ്ട് 3 കോസ് തീറ്റ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 മൈനസ് ബാക്കി ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 കോസ് തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ, അതായത് 3 കോസ് ക്യൂബ് തീറ്റ എന്ന് കിട്ടും. ഇതുപോലെ നമ്മൾ ഈ വൈനെ തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 3 സൈൻ ക്യൂബ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഡി എക്സ് ബൈ ഡി തീറ്റയും കിട്ടി, ഇവിടെ ഡി വൈ ബൈ ഡി തീറ്റയും കിട്ടി. നമുക്ക് ആവശ്യം ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി വൈ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ടാൻ ക്യൂബ് തീറ്റ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് റേസ് ടു എം ഇൻറ്റു വൈ റേസ് ടു എൻ ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ റേസ് ടു എം പ്ലസ് എൻ, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, ഇവിടെ ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. നമുക്കറിയാവുന്ന കാര്യമല്ലോ. അപ്പോൾ ഇതിനെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ലോഗ് എക്സ് റേസ് ടു എം പ്ലസ് ലോഗ് വൈ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു. അതുപോലെ തന്നെ ഇവിടെ ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് എക്സ് പ്ലസ് വൈ ഹോൾ റേസ് ടു എൻ പ്ലസ് എൻ. ഓക്കെ, ഇത് നമുക്കറിയാം. ലോഗ് എക്സ് റേസ് ടു എം എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കുക? എം ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്തൊരു? എൻ ഇൻറ്റു ലോഗ് വൈ. ഇത് ചെയ്യുമ്പോൾ എം പ്ലസ് എൻ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇത്ര അറിഞ്ഞില്ലേ? ഇതിന് ശേഷം ഡെറിവേറ്റീവ് എടുക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? എം ഇൻറ്റു ലോഗ് എക്സിൻ്റെ 1/x പ്ലസ് എൻ ഇൻറ്റു ലോഗ് വൈരെ 1/y ഇൻറ്റു വൈരെ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് വൈരെ 1/x പ്ലസ് വൈ. പിന്നെ എക്സ് പ്ലസ് വൈ എടുക്കുമ്പോൾ എന്ത് വരും? 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, നമുക്കൊന്ന് ശരിയാക്കിയിട്ട് എഴുതാം. അപ്പോൾ എന്ത് വരും? എം ബൈ എക്സ് പ്ലസ് എൻ ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ പ്ലസ്, അതായത് ഈ ടേമിൻ്റെ ഉള്ളിലേക്ക് എടുത്തതാണ്, 1 ഇൻറ്റു എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ ആണിത്. പിന്നെ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എം പ്ലസ് എൻ ബൈ എക്സ് പ്ലസ് വൈ ആണിത്. നേരത്തെ പറഞ്ഞ പോലെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടേമുള്ള ഒരു സൈഡിലേക്കും ബാക്കി ടേമിനെ ഈക്വൽ സൈനിൻ്റെ മറ്റേ സൈഡിലേക്കും കൊണ്ടുപോകാം. കോമൺ ആയിട്ടുള്ള ടേമുകളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? വൈ ബൈ എക്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ലോഗ് എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 + 2 ലോഗ് എക്സ് എന്ന ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് വൈ ഈസ് ഈക്വൽ ടു 3 ഇ റേസ് ടു 2x പ്ലസ് 2 ഇ റേസ് ടു 3x പ്രൂവ് ദാറ്റ് y2 മൈനസ് 5y1 പ്ലസ് 6y ഈസ് ഈക്വൽ ടു 0. പ്രൂവ് ദാറ്റ് ഒന്നും ചോദിക്കില്ല കേട്ടോ. ഇങ്ങനത്തെ 4 ഓപ്ഷൻസ് തരില്ല, ഏതാണ് ശരിയെന്ന് ചോദിക്കും. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. y1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, y2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, അത് തെറ്റരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് y1. പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരും? 3 ഇൻറ്റു ഇ റേസ് ടു 2x ഇൻറ്റു 2xൻ്റെ ഡെറിവേറ്റീവ് 2. അപ്പോൾ എന്ത് വരും? ആകെ 6 ഇ റേസ് ടു 2x എന്ന് കിട്ടും. പ്ലസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 ഇൻറ്റു ഇ റേസ് ടു 3x ഇൻറ്റു 3xൻ്റെ ഡെറിവേറ്റീവ് 3. അപ്പോൾ ഇവിടെയും എന്ത് വരും? 6 ഇ റേസ് ടു 3x എന്ന് വരും. ഓക്കെ, അപ്പോൾ y1 കിട്ടി. വീണ്ടും ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y2 എന്താ കിട്ടുക? 12 ഇ റേസ് ടു 2x പ്ലസ് 18 ഇ റേസ് ടു 3x. ഇനി ഈ ഇക്വേഷനിൽ y2 കാണുന്നിടത്ത് ഇത് കൊടുക്കുക, y1 കാണുന്നിടത്ത് ഇത് കൊടുക്കുക, y കാണുന്നിടത്ത് ഇത് കൊടുക്കുക. ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. ഓക്കെ, 15ാമത്തെ ക്വസ്റ്റ്യൻ. ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് 1/2x² - 1 വിത്ത് റെസ്പെക്ട് ടു കോസ് ഇൻവേഴ്സ് x. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിനെ u ആയിട്ടും ഇതിനെ v ആയിട്ടും എടുത്തു. ഓക്കെ,
ഇനി നമ്മൾ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്കിത് നോക്കാം. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്കറിയാം സീക്ക് ഇൻവേഴ്സ് ഒരു സീക്കിൻ്റെ ഫംഗ്ഷനാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, സീക്കിൻ്റെ ഫംഗ്ഷൻ ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെ 1 എന്തായിരിക്കണം, ഒരു കോസിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കണം താഴെ. ഓക്കെ, അപ്പോൾ ഇതൊരു കോസിൻ്റെ ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ എക്സിന് എന്തിട്ട് കൊടുക്കണം, നമ്മൾ ആലോചിച്ചറിയാം. എക്സ് ഇസ് ഈക്വൾ ടു കോസ് തീറ്റ ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ എന്ത് മാറും, 2 cos square θ - 1 അതെന്ന് പറയുന്നത് എന്താണെന്നറിയാം, cos 2 θ എന്നറിയാം. ഓക്കെ, അപ്പോൾ 1 cos 2 θ എന്തായി മാറും, സീക്ക് 2 θ ആയിട്ട് മാറും. ഓക്കെ, എക്സ് ഇസ് ഈക്വൾ ടു കോസ് തീറ്റ എടുക്കാൻ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ എക്സ് ഇസ് ഈക്വൾ ടു കോസ് തീറ്റ എടുത്താൽ തീറ്റ എന്ത് വരും, കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ, അപ്പോൾ നമ്മൾ ഈ തീറ്റയ്ക്ക് പകരം എന്തിട്ട് കൊടുത്തു, കോസ് ഇൻവേഴ്സ് എക്സ് കിട്ടി. അപ്പോൾ യു നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി du/dx കണ്ടുപിടിക്കുക. du/dx എങ്ങനെയാണ്, 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്, -1/√1 - x². ഓക്കെ, ഇനി വി എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് അടുത്ത്, അപ്പോൾ dv/dx എന്താ, -1/√1 - x². ഇനി നമുക്ക് du/dv ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ du/dv എന്ന് പറഞ്ഞാൽ du/dx/dv/dx ആണ്. du/dx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2/√1 - x² ആണ്. ഡിവിഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, തല തിരിച്ചിട്ട് ഗുണിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻറ്റു dv/dx തല തിരിയുമ്പോൾ എന്ത് വരും, √1 - x²/-1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ക്യാൻസലായിപ്പോയി, ഈ നെഗറ്റീവ് ക്യാൻസലായി, ബാക്കി ആൻസർ അത് കിട്ടി 2. ഓക്കെ, അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടീഷൻ ഫോർ റോൾസ് തിയറം ടു ബി അപ്ലിക്കബിൾ ടു എ ഫംഗ്ഷൻ f of x ഓൺ ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ AB. റോൾസ് തിയറത്തിൻ്റെ ഒരു കണ്ടീഷനായി വരാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോൾസ് തിയറ പ്രകാരം നമുക്ക് തരുന്ന f of x ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും കൂടാതെ f of a = f of b ആയിരിക്കണം. അപ്പോൾ അതല്ലാതെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും ശരി. അപ്പോൾ ഇത് കറക്റ്റാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്. ഇതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. f of a = f of b ശരിയാണ്. f of a > f of b. അപ്പോൾ തെറ്റായിട്ടുള്ളത് ഏതാ വന്നിരിക്കുന്നത്, f of a > f of b. ബാക്കി മൂന്നും നമ്മുടെ റോൾസ് തിയറത്തിൽ പറയുന്ന കണ്ടീഷൻസ് ആണ്. അടുത്തത്, if f of x = x² - 4x + 3 ഓൺ ദ ഇൻ്റർവെൽ വിച്ച് വാല്യൂ ഓഫ് c സാറ്റിസ്ഫൈസ് റോൾസ് തിയറം. റോൾസ് തിയറം സാറ്റിസ്ഫൈസ് ചെയ്യുന്ന സി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. f of x = x² - 4x + 3. ഓക്കെ, നമുക്കറിയാം ഇത് 0 ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് x = 1ഉം x = 3ഉം ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ 1ഉം 3ഉം ആയിട്ട് എടുക്കുകയാണ്, രണ്ട് എയും ബിയും. അപ്പോൾ f of a എന്ന് പറയുന്നത് 1, അപ്പോൾ f of a = 0യും f of b എന്ന് പറയുന്നത് 3, അപ്പോൾ f of b എന്ന് പറയുന്നത് 0യും f of a = f of b ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റോൾസ് തിയറം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ എന്താ റോൾസ് തിയറം പ്രകാരം അവിടെ അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റെങ്കിലും 1നും 3ക്കും ഇടയിൽ ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് f' ഓഫ് ആ പോയിൻ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട്. ഓക്കെ, അപ്പോൾ റോൾസ് തിയറം പ്രകാരം ആദ്യം നമുക്ക് f' ഓഫ് x കണ്ടുപിടിക്കാം. അപ്പോൾ 2x - 4 ആണ്. f' ഓഫ് c ആ പോയിൻ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1നും 3ക്കും ഇടയിൽ 0 ആയിട്ട് വരുന്ന പോയിൻ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ f' ഓഫ് c = 0 കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2c - 4 = 0, 2c = 4 എന്ന് കിട്ടി, c = 2. നോക്കിയപ്പോൾ ശരിയാണ്, 2 എന്ന് പറയുന്നത് 1നും 3ക്കും ഇടയിൽ വരുന്ന ഒരു പോയിൻ്റാണ്. തിയറി പാട്ട് പറയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. തിയറി പാട്ട് വേണം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കുഴപ്പമില്ല, ഇല്ല ഇതിൻ്റെയൊക്കെ തിയറി പാട്ട് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ തിയറി പാട്ടായിട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റോൾസ് തിയറം ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് വിച്ച് അതർ തിയറം. ഏത് തിയറത്തിൻ്റെ സ്പെഷ്യൽ കേസാണ് റോൾസ് തിയറം? 4 ഓപ്ഷൻസ് ആണ്. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, മീൻ വാല്യൂ തിയറം, ടൈലസ് തിയറം, എൽ ഹോസ്പിറ്റൽ റൂൾ. ഏതാണ്? മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്പെഷ്യൽ കേസാണ് എന്ത്, റോൾസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ, if f of x = x² + 3x - 1 find a value c in the interval 1, 3 that satisfies the mean value theorem. നേരത്തെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു, അതെന്ത് സാറ്റിസ്ഫൈ ചെയ്താൽ റോൾസ് തിയറാണ്. ഇവിടെ ഏത് തിയറാണ്, മീൻ വാല്യൂ തിയറാണ്. ഓക്കെ, അപ്പോൾ തിയറം നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ f of x = എഴുതി, f' of x കണ്ടുപിടിച്ചു. ഇനി നമുക്കിവിടെ എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ f of 1 എന്ന് പറയുന്നത് 3 ആണ്, f of 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17 ആണ്. മീൻ വാല്യൂ തിയറത്തിൽ ഇത് ഈക്വൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ കണ്ടുപിടിക്കുക f' of c എന്ന് പറയുന്നത് എന്താണെന്നാണ് തന്നിരിക്കുന്നത്. മീൻ വാല്യൂ തിയറം പ്രകാരം f' of c എന്താ, f of b - f of a/b - a ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, 2c + f' of c എന്ന് പറഞ്ഞാൽ
2x+3യിൽ എക്സിന് പകരം സി ഇട്ട് കൊടുത്തത്. അപ്പോൾ 2c+3 = എഫ് ഓഫ് ബി കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എ കണ്ടുപിടിച്ചിട്ടുണ്ട്. 17ഉം 3ഉം ആണ്. അപ്പോൾ അതിട്ട് കൊടുത്തു. ബി 3 ആണ്, എ 1 ആണ്. ഓക്കെ, ചെയ്യുമ്പോൾ എന്ത് വന്നു? 7. 2c = 7 - 3 = 4. c എന്ന് കിട്ടി 2. അടുത്ത പ്രോബ്ലം. ദ മീൻ വാല്യൂ തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻസ് ഓൺ ദി ഇൻ്റർവൽ. ഇതിൽ ഏത് ഫംഗ്ഷനാണ് മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? ഏത് വാല്യൂ? x³ അപ്ലൈ ചെയ്യാൻ പറ്റും. മീൻ വാല്യൂ തിയറം നമ്മൾ പറയുന്നുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, വേണ്ടേ? അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമ്പോൾ x³ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എല്ലാ നമ്പേഴ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതും കുഴപ്പമില്ല. പക്ഷേ 1/x = 0 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് കൊടുത്തിരിക്കുന്നത്. ദ ഫംഗ്ഷൻ f of x = 1/x ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 0 വിച്ച് ഈസ് വിത്തിൻ ദ ഗിവൺ ഇൻ്റർവൽ. ഓക്കെ, അത് നമ്മുടെ ഇൻ്റർവെല്ലിൽ 0 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവില്ല 0 എന്ന് പറഞ്ഞ പോയിന്റിൽ. ഓക്കെ, അപ്പോൾ 0 ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഇൻ്റർവെല്ലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് അല്ലാന്ന് കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ കീ റിക്വയർമെൻറ്റ് ഫോർ ദ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ടു അപ്ലൈ. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിൻ്റ് എന്താണ്? The function must be differentiable, the function must be continuous, the function must be increasing, the function must be decreasing. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക. അതായത് ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, അടുത്തത് z = x⁻³ + y⁻³ ഇൻറ്റു x⁻⁴ - y⁻⁴ (⁻1) ആണെങ്കിൽ x ∂z/∂x + y ∂z/∂y വില പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ z = നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x⁻⁴ + y⁻⁴ (x⁻⁴ - y⁻⁴) എന്താ? ഇത് (-1) ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഹോമോജീനിയസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഹോമോജീനിയസ് ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കിത് ഹോമോജീനിയസ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഹോമോജീനിയസ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ z(xy)ക്ക് പകരം z(tx, ty) കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ z(tx, ty) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x കാണുന്നിടത്ത് tx ഇട്ട് കൊടുക്കുക, y കാണുന്നിടത്ത് ty ഇട്ട് കൊടുക്കുക. ഇതിൽ കോമൺ ആയിട്ട് t⁻⁴ ഉള്ളതുകൊണ്ട് ഇവിടെ പുറത്തേക്ക് എടുത്തു. ഇവിടെ കോമൺ ആയിട്ട് t⁻⁴ ഉള്ളതുകൊണ്ടും അതും പുറത്തേക്ക് എടുത്തു. ഇത്രയും ടേം എന്ന് പറയുന്നത് നമുക്കറിയാം z(xy) ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും ടേമിന് പകരം z(xy) എന്ന് ഇട്ടു. ഓക്കെ, അപ്പോൾ t⁻⁴ ഇതിന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇതിന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? t⁻⁻⁻⁷ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? t⁻⁴ - 1/7 അതായത് t⁻⁴/21 എന്ന് കിട്ടി. ഇങ്ങനെ എഴുതുന്ന ഫംഗ്ഷനെ t⁻n × z(xy) എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ ഫംഗ്ഷൻ ഈസ് ഹോമോജീനിയസ് ഓഫ് ഡിഗ്രി 4/21. അതായത് n ആണ് എന്ത്? 4/21 എന്ന് പറയുന്നത്. x × ∂z/∂x + y × ∂z/∂y എന്ന് പറയുന്നത് n × z(xy) ആണ്. ഫംഗ്ഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ n × z(xy) ആണ്. n എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 4/21. അപ്പോൾ 4/21 × z(xy)ക്ക് പകരം z എന്നിട്ടു. അപ്പോൾ എന്താ? 4/21 × z. ഓക്കെ, അടുത്തത് y² = 8ax എന്ന പരാബോളയുടെ ഉപബിലംബം അതായത് സബ്നോർമൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് ഓഫ് സബ്നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡ് y × dy/dx ആണ്. അതായത് ലെങ്ത്ത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് മോഡ് എടുത്തത് കേട്ടോ. നമ്മുടെ ഫംഗ്ഷൻ എന്തിട്ടാ? y² = 8ax ആണ്. ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 2y × dy/dx = 8a എന്ന് കിട്ടും. ഇതിൽ നിന്ന് y dy/dx = 4a എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് സബ്നോർമൽ എന്ത് കിട്ടി? നമുക്ക് 4a എന്ന് ആൻസർ കിട്ടും. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ നോർമൽ ടു ദ കർവ് 2y + x² = 3 at 1, 1. ഏതാണ് ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ദ നോർമലിൻ്റെ ഫോമാണിത്. എന്ത്? y - y0 = -1/dy/dx × x - x0. ഓക്കെ, ഇവിടെ x0 y0 ആണ് എന്ത്? 1, 1 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്തൊക്കെയുണ്ട്? x0 y0 കിട്ടി, അതായത് 1, 1 ആണ്. dy/dx കിട്ടണം. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഇക്വേഷനെ നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? dy/dx എന്ന് പറഞ്ഞാൽ -x എന്ന് കിട്ടും.
നമുക്ക് dy/dx അറ്റ് ദ പോയിൻറ്റ് 1 കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിന് പകരം 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. ഇനി നമുക്കത് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x - y = 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നൊരു 24 ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞത്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ തിയറി പാർട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ബാക്കി കൂടുതൽ തിയറി പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്ലാസ് ഞാൻ തിയറി പാർട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.